ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന ഫാബ്രിക് ജ്വല്ലറിയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 കാർഡ്ബോർഡ് പീസസ് ആണ്. MDF ബോർഡ്സ് ആണ് കുറച്ചുകൂടെയും ബെറ്റർ ആയിട്ടുള്ളത്. നമുക്ക് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യാനൊക്കെ ഏറ്റവും എളുപ്പം MDF ബോർഡ്സ് ആണ്. പക്ഷേ അതില്ല എന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് എടുത്താൽ മതി. ഇപ്പം ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കാർഡ്ബോർഡ് പീസസ് 2 വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ടത് നമുക്ക് ഫാബ്രിക് ആണ്. ഇപ്പം ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഫാബ്രിക് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഷോപ്പിലൊക്കെ നമുക്ക് ക്ലോത്തിങ് സ്റ്റോറിലൊക്കെ ഫാബ്രിക് അവൈലബിൾ ആണ്. ഏറ്റവും നല്ലത് കോട്ടൺ ഫാബ്രിക് ചൂസ് ചെയ്യുന്നതാണ്. ബിക്കോസ് നമ്മൾ പശ വെച്ച് ഒട്ടിക്കുമ്പോൾ നല്ലപോലെ സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് കോട്ടൺ ഫാബ്രിക്കാണ്. അല്ലെങ്കിൽ കുറച്ച് മെസ്സി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫാബ്രിക് എടുത്തിട്ട് അതിനെ 2 പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോർഡിൻ്റെ ലെങ്ത്തും വിഡ്ത്തിനേക്കാളും കുറച്ചുകൂടെ എക്സ്ട്രാ എടുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. കാരണം നമുക്കത് പേസ്റ്റ് ചെയ്യാനുണ്ടല്ലോ. അതിനുശേഷം ഫാബ്രിക് ഗ്ലൂ ആണ് എടുക്കേണ്ടത്. ഫാബ്രിക് ഗ്ലൂ ഈസിലി അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ കിട്ടും. 70 അല്ലെങ്കിൽ 50 റുപ്പീസൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ട് അത് നമ്മൾ ബോർഡിൽ തേക്കുക. കാർഡ്ബോർഡ് പീസസിനകത്ത് തേച്ചിട്ട് നമ്മൾ നമ്മുടെ ഈ ഫാബ്രിക്കിനെ നല്ലപോലെ അതിനകത്തോട്ട് പേസ്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ ചെയ്തേക്കുന്നത് നമ്മൾ ഈ ഫാബ്രിക്കിൽ ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ട് ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ നല്ലപോലെ സെറ്റായിട്ട് സ്റ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നല്ലപോലെ പേസ്റ്റ് ചെയ്യുക കേട്ടോ. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വീണ്ടും ഫാബ്രിക് എടുത്തിട്ട് നമ്മൾ ഈ സെയിം മെഷർമെൻറ്റ് നമ്മളെടുത്ത കാർഡ്ബോർഡിൻ്റെ മെഷർമെൻറ്റിൽ ഒരു 2 പീസോടെ വെട്ടിയെടുക്കുകയാണ്. അതിനുശേഷം ബാക്കിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വന്നിട്ട് എഗെയിൻ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത്. കാരണം കുറച്ചുകൂടെ നീറ്റായിട്ട് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടുത്ത 2 പീസ് വെട്ടിയിട്ട് അതിൻ്റെ ബാക്കിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പ്ലാസ്റ്റിക് ആണ്. CCB കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്, മെറ്റലല്ല. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളിതിന് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. നമ്മുടെ റെക്റ്റാങ്കിൾ ബോർഡിൻ്റെ ഒരു എൻഡിലോട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നീഡിലെടുക്കുമ്പോൾ തിൻ നീഡിലെടുക്കുവാണ് കുറച്ചുകൂടെ ബെറ്റർ. അതിനുശേഷം നമ്മൾ ഒരു 6 to 8 നമ്പേഴ്സ് ഓഫ് കുങ്കുറു ബീഡ്സ് ഇടുക, സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം എഗെയിൻ ഈ സെയിം നമ്പർ ഓഫ് ബീഡ്സ് ഇട്ടിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ്. കുറച്ച് തിക്കായിട്ട് ഇങ്ങനെ ബണ്ടിൽ പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കുറച്ച് പീസ് അധികം ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ ഗുങ്കുറു ബീഡ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കുറച്ച് മിറർ എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ ഫാബ്രിക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. എഗെയിൻ നമ്മൾ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. എന്ത് പാറ്റേൺ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള മിററാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സ്ക്വയർ ഷേപ്പ്, റൗണ്ട് ഷേപ്പ് പല ടൈപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു ഗുങ്കുറു ബീഡ്സ് തന്നെ നമുക്ക് സിൽവറിന് പകരം ഗോൾഡൻ യൂസ് ചെയ്യാം. എല്ലാം നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിനുശേഷം ഓരോ മിററായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. നല്ലപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. പോസ്റ്റ് എടുത്തിട്ടുണ്ട്. ഫാബ്രിക്കിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇയറിങ്ങിൻ്റെ ബാക്കിൽ നല്ലപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ ഫാബ്രിക് ഇയറിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ ഇയറിങ്സ് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു DIY ഇയറിങ്സ് അല്ലെങ്കിൽ ജ്വല്ലറി ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.